തുദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുകയാണ്. ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിവേച്ചു പോവുകയില്ല. അത് അല്ലാഹുവിന്റെ ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. റസൂൽ പഠിപ്പിച്ചതുപോലെ സഹാബികൾ കേൾക്കുകയും ആ സഹാബികൾ മനസ്സിലാക്കുകയും ആ സഹാബികൾ ഉൾക്കൊള്ളുകയും ചെയ്ത പാത അതൊരു സൂചിപ്പൊട്ട് കൂട്ടുകയോ അതൊരു സൂചിപ്പൊട്ട് കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് ആത്മാർത്ഥമായി മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയാം. പക്ഷേ ഈ ഒരവസ്ഥ ഇന്ന് കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് പരിശോധിച്ചു നോക്കി, ഓരോ മുസ്ലിയാക്കന്മാരും വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയുന്നില്ല, പ്രവാചകന്റെ വചനങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. നമ്മൾ ക്ലിപ്പിങ്ങിന്റെ പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതെന്നറിയോ, ജനങ്ങൾക്ക് ഖുർആനും ആയത്തുകൾ ഉദ്ധരിച്ചു കൊടുത്തിട്ട് ഇവിടെ സംഭവിക്കുന്ന ശിർക്കും അന്ധവിശ്വാസങ്ങളും കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക ചെയ്യും. അല്ലാതെ വ്യക്തിപരമായി ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു കഷ്ടമെടുത്ത് കാണിച്ച് പരിഹസിച്ച് ആളുകൾ. അപ്പൊ ഞാനിവിടെ പ്രസംഗിച്ചു പോയാൽ എന്തായിരുന്നാലും ഇവിടെ വേറൊരു കാപ്പിയോ ആരെങ്കിലും ഇവിടെ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ ഇവിടെ വരും, എന്നിട്ട് എന്റെ ക്ലിപ്പിംഗ് കുറേ ഇടും, എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറപ്പുറം കട്ട് ചെയ്ത് കേരളം മുഴുക്കെ എല്ലാ ഭാഗങ്ങളിലും നിരന്തരമായി ഈ ഒരു സംവിധാനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സുന്നി മുസ്ലിയാരുടെ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നിങ്ങൾ ചോദിച്ചു നോക്കാൻ തിരിച്ചു പോകുന്ന നൂറുകണക്കിന് പിന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ഇന്ന് നിങ്ങളുടെ ഉസ്താദ് ഒരു ആയത്ത് ഉദ്ധരിച്ചിരുന്നുവോ? അവർ പറയില്ല. ഇന്ന് നിങ്ങളുടെ ഉസ്താദ് ഒരു ഹദീസ് ഉദ്ധരിച്ചിരുന്നുവോ? ഇല്ല. ഇന്ന് നിങ്ങളുടെ ഉസ്താദ് മുജാഹിദ് ബാലിശ്ശേരിയുടെ ക്ലിപ്പിംഗ് ഇട്ടിരുന്നുവോ? 38 ഉണ്ടായി. ആയത്തില്ല, ഹദീസില്ല. ജനങ്ങൾക്ക് അതായത് ഒരു പ്രസംഗം കഴിഞ്ഞാൽ മുജാഹിദ് പണ്ഡിതന്മാരോട് കോപുകയായിട്ടാണ് ഒരു സുന്നികൾ പിരിഞ്ഞു പോവുക. നേരെ മറിച്ച് ഒരു സുന്നത്ത് പുതുതായിട്ട് പഠിക്കുക, ഒരു ഇത് വിദഗ്ധായിരുന്നു എന്ന് പഠിക്കുക, ഒരായത്തിന്റെ ഗൗരവം കേട്ട് മനസ്സിലാക്കുക, അതൊന്നും നടക്കണില്ല. അങ്ങനത്തെ ഒരു ചർച്ചയേ ഇല്ല. ഒരു സുന്നി പണ്ഡിതന്റെ പ്രസംഗം കേട്ടിട്ട് ആരെങ്കിലും നന്നായി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നലെ എന്തായിരുന്നു അതേ അവസ്ഥ. പിന്നെ എന്താ ഉണ്ടാവുക? എന്നോട് സക്കരിയാവലിനോട് ഹുസൈൻ സലഫിനോട് കുറെ മുജാഹിദ് പണ്ഡിതന്മാരോട് ദേഷ്യം തോന്നുക. അതിന് ക്ലിപ്പിംഗ് ഉപകരിക്കുന്നല്ലാതെ ഒരാശയം പഠിപ്പിക്കാൻ, ഒരാദർശം പഠിപ്പിക്കാൻ. അപ്പൊ നിങ്ങൾ നോക്കുക, അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ഇല്ലേ. ആയത്തുകൾ ഉദ്ധരിച്ച്, ഹദീസുകൾ ഉദ്ധരിച്ച്, ചരിത്രം ഉദ്ധരിച്ച് അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ന്യായമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ക്ലിപ്പിംഗ് കണ്ട് പ്രസംഗിക്കാറില്ല. പലപ്പോഴും അപൂർവമായി വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നിയാലാണ് പ്രസംഗിക്കാറുള്ളത്. ഈ പുത്തമ്പള്ളിയിൽ ഞാൻ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചു. അതിന് അലവി സക്കാബി വന്ന് ക്ലിപ്പിംഗ് ഇട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. 9ഓളം എന്റെ ക്ലിപ്പിംഗ് ഇട്ട് വികൃതമാക്കി ഇവിടുന്ന് കടന്നുപോയി. അതിനുശേഷവും പല സംഭവങ്ങളും പല നാടുകളിലും ഉണ്ടായി, പലയിടങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര വിശദീകരിച്ചാലും അവരതിടും. അതല്ലാത്ത ഒരു നാട്ടിൽ. കാരണം എന്താണ്? അള്ളാൻ അവർക്ക് പേടിയില്ല. ഒരാള് അതല്ല അങ്ങനെയല്ല പറഞ്ഞത് എന്നൊരിക്കലും തെളിയിച്ചു കൊടുത്താൽ പിന്നെ അതിന്റെ മറുഭാഗത്ത് പോയി പറയാന്ന് പറഞ്ഞാൽ ഈമാനുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്, ഇഖ്ലാസ് ഉണ്ടോ? അള്ളാനെ പേടിയുണ്ടോ? പടച്ചോനെ പേടിയുണ്ടോ? അള്ളാനെ കണ്ടുമുട്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ലിഖാഹിനെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മറുഭാഗം കൂടുതൽ കേട്ടിട്ട് അതിന്റെ ബാക്കി ഭാഗം കേട്ടിട്ട് അതിന് നേരെ എതിരാണ് ആശയമെങ്കിൽ പടച്ചോനത് അറിയുന്നു എന്നൊരു ബോധ്യം ഇങ്ങനെ ഇല്ലാതായി പോവുക. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ക്ലിപ്പിങ്ങിലും കൃത്രിമത്വം കാണിക്കുന്നത് അള്ള ഇഷ്ടപ്പെടില്ല. ശുദ്ധമായ തട്ടിപ്പാണത്. പടച്ചതമ്പുരാനത് കാണുന്നു. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ അത് രേഖപ്പെടുത്തുന്നു. ധൈര്യമുണ്ടെങ്കിൽ എന്റെ കേസറ്റുകൾ ഇവിടെ ക്ലിപ്പിംഗ് ആയി ഇടുന്ന ആ കേസറ്റിന്റെ പേരിങ്ങള് അതിടുന്ന മുസ്ലിയാക്കന്മാരോട് ചോദിച്ചു നോക്ക്. ഒരൊറ്റ കുട്ടിക്കറിയില്ല. ഒരൊറ്റ കുട്ടി. അലവിത്തക്കാപ്പി പറയുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം എനിക്ക് മുജാഹിദ് ബാലിശ്ശേരിയുടെ ഒരു കേസറ്റ് കിട്ടി. 1ാമത്തെ നോണ. ആ പരിപാടി പുത്തനത്താണിയിൽ നടക്കുന്നതിന്റെ 2.5 കൊല്ലം മുമ്പാണ് ഞാൻ ആ പ്രസംഗം നടത്തുന്നത്. ആ കേസറ്റ് അയാൾ കണ്ടിട്ടില്ല. അയാളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, ആ കേസറ്റിന്റെ പേരെന്താ? അയാൾക്കറിയില്ല. ആ കേസറ്റിന്റെ ബാക്കി ഭാഗ്യത അയാൾക്കറിയില്ല. ക്ലിപ്പിംഗ് കട്ട് ചെയ്ത് കൊടുത്ത ആകെ മൂപ്പർക്ക് രസം തോന്നി. മൂപ്പർക്ക് വല്ല ഇൻട്രസ്റ്റ് ഉള്ള ചില സബ്ജക്ട് ഉണ്ട്. മൂപ്പര് അത് ഇങ്ങനെ കേട്ടിട്ട് അതിനപ്പുറപ്പുറം കേൾക്കാൻ തയ്യാറല്ല. അത് കേട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ടീമുണ്ട്. ഓർക്കാകട്ടെ അള്ളാഹുവിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിശ്വസിച്ചില്ല. കാരണം ശുദ്ധമായ കളവാണ് പറയുന്നത്, പച്ച നുണയാണ് പറയുന്നത്. എങ്ങനെയാണോ മതം പ്രബോധനം ചെയ്യേണ്ടത്? കയ്പാണെങ്കിൽ നീ സത്യമേ പറയാവൂ. എന്തിനാ ഈ കള്ളം പറയുന്നത്? ഈ പച്ചയായ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, ഈ തോന്നിയാസം നിർവഹിക്കുന്നത് എന്തിനാണ്? അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ആ തെറ്റിദ്ധാരണ തിരുത്തേണ്ട ഒരു പ്രത്യേക ഘട്ടം എന്റെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ജനങ്ങളുടെ മുമ്പാകെ എന്താണ് അതിന്റെ അപ്പുറവും എന്താണ് അതിന്റെ ഇപ്പുറവും. ആദ്യം ഇപ്പൊ നമ്മൾ നോക്കൂ, ഫവൈലുൽ മുസല്ലീൻ ആദ്യം പറഞ്ഞിട്ടാണ് അല്ലാഹു എന്ന് പറയുന്നത്. നമസ്കരിക്കുന്നവർക്കാകുന്ന നാശം എന്ന് അള്ളാഹ് ആദ്യം പറയാം. എന്നിട്ടാണ് പറയുന്നത് എങ്ങനെ നമസ്കരിക്കുന്ന
അല്ലാഹു അല്ലാതെ നോക്കൂ, ലാ ഇലാഹ ഇലാഹില്ല എന്ന് പഠിപ്പിക്കുക. അല്ലല്ലാതെ ഒരു ഇലാഹില്ല എന്നുള്ള ഇല്ലെന്ന് വിട്ടിട്ടോ ഒരു ഇലാഹും ഇല്ല. അത് മാത്രം കേൾപ്പിച്ചാൽ ഉണ്ടാകുന്ന എന്താണ് അത് തന്നെയാണ് ആ ക്ലിപ്പിങ്ങിലുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ നോക്കൂ, അടിപ്പാവാടാണ് ഒരു വലിയ വിവാദം, ഭയങ്കരമായ ഒരു വിവാദം. അലവി സക്കാഫിയാണ് അതിന് ഏറ്റവും മുമ്പ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്ട്. എന്താണെന്നറിയില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ 2.5 മണിക്കൂർ ബഹ്റൈനിൽ സാൽവേഷൻ നടന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ വളരെ ചുരുങ്ങിയ ഒരു ഭാഗം, ഒരു മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വരുത്തിയ പരിവർത്തനങ്ങൾ പറഞ്ഞ ഒരുപാട് പരിവർത്തനങ്ങൾ ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു. അതൊന്നും മൂപ്പർക്ക് ക്ലിക്ക് ചെയ്തില്ല. മൂപ്പർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്ട് വന്നപ്പോ മൂപ്പർ അതെടുത്ത് ക്ലിപ്പിംഗ് ആക്കി. എന്നാലോ ആ ക്ലിപ്പിങ്ങിലോട്ട് വമ്പിച്ചൊരു കറാമത്ത് എനിക്ക് ആശ്ചര്യം തോന്നാ. പഠിച്ചോനെ സ്തുതിക്കുകയാണ്. എന്താണ് ആ പ്രസംഗം ചെയ്യുമ്പോ പിന്നെ ഞാൻ പറയണമെന്നറിയോ, ആ വിഷയം പറഞ്ഞിട്ട് ഇനി നാളെ മുജാഹിദുകൾ സ്ത്രീകൾ അടിപ്പാവട ധരിപ്പിക്കാൻ പോവുകയാണെന്ന് വ്യാഖ്യാനിച്ചേക്കരുത്, ആ ജാതി ക്ലിപ്പിംഗ് ഇട്ടേക്കരുത് എന്നാണ് അതിന്റെ ബാക്കി ഭാഗം. അത് കേട്ടിട്ട് പോലും ഈ കേസറ്റ് ജനങ്ങൾ കേൾക്കുന്നുള്ളൊരു ബോധമില്ലാതെ ഈ ജാതി ക്ലിപ്പിംഗ് ഇടുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആ ഭാഗം മുജാഹിദ് മൗലവിമാർ അവരുടെ സമ്മേളനത്തിന്റെ ഭാഗമായൊക്കെ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറയും, ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇവിടെ പല പല നഷ്ടങ്ങളും ഉണ്ടായത്. ഒരു മൗലവി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു പ്രസംഗം ഒരു CD എനിക്ക് കിട്ടി. അതിൽ അദ്ദേഹം പറയുന്നത് വല്ലാത്തൊരു നേട്ടമാണ്. മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത് പ്രവർത്തിച്ച നേട്ടം അദ്ദേഹം വിലയിരുത്തുകയാണ്. എന്താണ്, ഞങ്ങൾ കൈവച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് പലതാണ്, ചെറുതൊന്നുമല്ല. ആളുകളെ എണ്ണി എണ്ണി പറയുകയാണ്. എന്റെ നാവ് കൊണ്ട് ഞാനത് പറയുന്നില്ല. അയാൾ തന്നെ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം കൈവച്ച സ്ഥലങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ടോ? ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അയാൾ മുജാഹിദ് പ്രസ്ഥാനം കൈവച്ചത് എവിടെയാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി തന്നെ വളരെ ചോറായി പറയുന്നത്. ഒന്ന് കേൾക്കൂ നിങ്ങൾ. പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. കൊള്ളാം കൊള്ളാം. മുജാഹിദ് കൈവച്ച സ്ഥലങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ കൈവച്ച സ്ഥലങ്ങളാണിത്. മുജാഹിദിന്റെ പുരോഗമനമാണ് ഇപ്പോൾ കേട്ടത്. ഒന്നുകൂടി വെച്ചുകൊടുക്കാം, അതുകൂടി കേൾക്കാം. ഇവിടെ നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒന്ന്, ബഹ്റൈനിൽ നടന്ന മതം സമാധാനത്തിന് തീവ്രവാദം നാശത്തിന് എന്ന് പറഞ്ഞ ഒരു കേസറ്റാണ്. ആ കേസറ്റിലെ ഒരു ഭാഗമാണ് ഈ ഉദ്ധരിച്ചത്. ആദ്യം മൂപ്പര് പറയുന്ന ഒരു കാര്യം എന്താ, മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത മേഖല. മൂപ്പർക്ക് ആകെ കൈവച്ച് പരിചയമുള്ളത് ആ സ്ഥലത്താണ്. എവിടെ? പാവാടയിലേക്ക്. മൂപ്പര് വെച്ച് ഈ കൈവെക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിലൊരു പ്രയോഗ. പള്ളി നിർത്തി ചൊറിഞ്ഞുത്തിരിഞ്ഞ് ഓതിയോണ്ട് മലയാള ഭാഷ തിരിയില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൈവെക്കാത്ത മേഖലയല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഓരോ പവർന്നടി കൈയെത്തിന അല്ല, മൂപ്പർക്കാകെ കൈ എവിടെങ്കിലും വെച്ചിട്ടുണ്ട്. മൂപ്പർ എവിടെ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മൂപ്പര് വിചാരിച്ച് കിട്ടിപ്പോയി കൈയെച്ചൊരു മേഖല. കൈവെക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാരെ പഠിപ്പിച്ചു കൊടുക്കുക, ജനങ്ങളെ ഇടപെടുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഇടപെടുക. മുജാഹിദ് പ്രസ്ഥാനം ഇടപെടാത്ത മേഖലയില്ല. ഭാഷ അറിയില്ല. ഭാഷ അറിയുന്നത് പള്ളി നിറത്തില് മലയാളം അറിയാത്ത മുസ്ലിയാക്കന്മാര് കിതാബ് ഓതി കൊടുത്ത് അത് കേട്ട പാരമ്പര്യം പോലെ മലയാളം വായിക്കണം. കൈവെക്കുക എന്ന് പറഞ്ഞാൽ മൂപ്പർക്കാകെ പരിചയമുള്ള ഒരു മേഖലയായതുകൊണ്ട് മൂപ്പരെ പറഞ്ഞു. എന്നിട്ട് മൂപ്പര് പറയണമെന്നറിയോ, നിന്റെ നാവുകൊണ്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കാപട്യമാണ്. മൂപ്പർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് അതാണ്. തൊട്ടടുത്ത് മൂപ്പര് പിന്നെ പറയാ, ഒന്നോട് വെച്ചു കൊടുത്താ കേൾക്കാൻ പൂതിയായിരുന്നു, ഒന്നോട് വെച്ചു കൊടുത്താ കേൾക്കാൻ പൂതിയായിരുന്നു. അപ്പൊ ആദ്യം പറഞ്ഞതോ, ജനങ്ങളുടെ ഇടയിൽ മാന്യനാകുക. ഞാനൊരു മുത്തക്കയാണെന്ന് വരുത്തി തീർക്കുക. ഇവരൊക്കെ ഇരുട്ടിൽ ഏതാ ജാതി നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ടാണല്ലോ ആ കേസറ്റില് ആ ഭാഗം മാത്രം മൂപ്പർക്ക് ക്ലിക്ക് ചെയ്ത്. മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം കൈവച്ച മേഖലകളിലാണ് ബഹുവചന. എന്നിട്ട് എന്തേ ഒന്ന് മാത്രമായി പോയത്? മൂപ്പര് കേസറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കൈവച്ച മേഖലകൾ എന്ന മേഖല എന്ന ഒറ്റക്കാരിയ ബാക്കി കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ഇടയിലാണല്ലോ അത് വന്നത്. അതെന്താ? അത് മൂപ്പര് നോക്കില്ല. മൂപ്പര് നിന്റെ നാവുകൊണ്ട് പറയാൻ എനിക്ക് ലജ്ജുണ്ട്, മൂപ്പര് എന്നെ പറയട്ടെ. പിന്നെ പറയുന്നത് ഒന്നുകൂടി കേൾക്കാൻ പൂതിയാകുന്നു. അപ്പൊ മൂപ്പര് ഇൻട്രസ്റ്റ് എന്താ? മൂപ്പർക്ക് വലിയ പൂതിയ. അതിനെന്ത് ചെയ്താമെന്നറിയോ? ഒറ്റക്ക് റൂമിൽ ഇരുന്ന് കേട്ടാ മതി. അപ്പൊ ആ ഇൻട്രസ്റ്റിന്റെ പൂതി തീരും. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ആ കേസറ്റിലുള്ളത്? എന്താ? അതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ നന്നാവും. ബാക്കി കേൾപ്പിച്ചു. ആണോ 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 നിങ്ങൾ ആലോചിച്ച് നോക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭീരുത്വം കൊണ്ടല്ലേ നിങ്ങൾ യുദ്ധത്തിനെതിരെ? ഞങ്ങൾക്കോ കാന്തപുരത്തിന്റെ തറവാട്ടിലേക്ക് കയറി ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ആണോ ഉള്ളാളം ദർഗയുടെ പരിസരത്ത് എന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? CM മടവൂരിന്റെ മക്കാമിന്റെ പരിസരത്ത് എന്ന് മക്കാമിന്റെ മുമ്പിൽ ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ ഇന്ത്യന്റെ മതേതര
2-2.5 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹ്റൈനിൽ നടന്ന ഒരു പ്രസംഗത്തിൽ മുസ്ലിയാക്കന്മാരുടെ പണി കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് ആ കേസറ്റിൽ പറയണത് ഇത് നിങ്ങളെ നാളെ ദുർവ്യാഖ്യാനിച്ചു പറയരുത്. എത്ര കാര്യങ്ങൾ ആ കേസറ്റിൽ നമ്മൾ എണ്ണി പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വളരെ പ്രധാനമാണ്. ഇതൊക്കെ എങ്ങനെ കേൾപ്പിച്ചാലും നാളെ ഇതേ ക്ലിപ്പിംഗ് ആയിട്ട് വേറെ മുസ്ലിയാക്കന്മാരും അസ്ലിമാരും കേരളത്തിലുണ്ടോ? ഇവര് കുടുപ്പുണ്ടോ? ലജ്ജുണ്ടോ? ഒരാവശ്യത്തെ നേരിടുന്നത് ഇങ്ങനെയാണോ? അടിക്കോവാടെ ധരിപ്പിച്ചു എന്നാണല്ലോ പറഞ്ഞു. ഒരു പുണ്യകരമായ തെക്കതയല്ലേ? മുസ്ലിംകൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അടിപ്പാവട ഇടിച്ചു കൊടുത്ത്. മുമ്പർക്ക് അതല്ലാതെ കിട്ടണോ? ആലോചിക്കണം. അതുകൊണ്ട് മേലിൽ വടി കൊടുത്ത് അടി വാങ്ങുന്ന സമ്പ്രദായം മേലുണ്ടാക്കരുത് ഖുറാഫികൾ. ഈ കേസൊക്കെ അലവിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. ജീവിതത്തിൽ ഇതൊക്കെ കേൾക്കാൻ, അതിനപ്പുറം കേൾക്കാൻ അതിനൊന്നുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആദർശത്തെ ഖുർആൻ കൊണ്ട് നേരിട്, ഹദീസ് കൊണ്ട് നേരിട്. ഈ ജാതി ചപ്പടാത്തി കാണിച്ച് ആളുകളെ പറ്റിച്ച് ഊറിച്ചിരിച്ച് മൂക്കറ്റം തിന്നും കുടിച്ചും ആനന്ദിച്ചും പണം വിഴുങ്ങിയും പാവപ്പെട്ടവരെ വഞ്ചിക്കുന്ന ഈ സമ്പ്രദായം ഇന്ന് കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി യഖൂലൂന അംവാലന്നാസ് ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സമൂഹമേ, സത്യവിശ്വാസികളെ, പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷവും നിങ്ങളെ ചതിക്കുന്നവരാണ്, അന്യായമായി നിങ്ങളുടെ ധനം തിന്നവരാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങളെ തടയുന്നവരാണ്.